അല്ല, താങ്കൾ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ തീയതിയെ സംബന്ധിച്ചുള്ള റിയാക്ഷൻ താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ദുർഭരണം അവസാനിക്കാൻ ഇനി 26 ദിവസം കാത്തിരുന്നാൽ മതി. അതാണ് ജനങ്ങളുടെ ഒരു സമാധാനം എന്ന് താങ്കൾ പറയുകയുണ്ടായി. അതുകൊണ്ട് അത് ഷോർട്ടായത് എപ്പോഴും നല്ലതാണല്ലോ. ഒരു ഭരണമാറ്റത്തിന് 26 ദിവസം കാത്തിരുന്നാൽ മതി. റിസൾട്ട് അറിയാൻ ഒരു മാസം കാത്തിരുന്നാലും വിധി നിർണ്ണയിക്കാൻ ഈ ദിവസമേ വേണ്ടതുള്ളൂ. അപ്പോൾ UDF സജ്ജമാണ്. ആരും പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല മുഴുവനായിട്ട്. എല്ലാവരുടെ പ്രോസസ്സും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ലീഗിനെ സംബന്ധിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു ഞങ്ങൾ സജ്ജാണ്. UDFന് കോൺഗ്രസ് മറ്റു പാർട്ടികളിലും ചെറിയ പ്രോസസ്സൊക്കെ ബാക്കിയുണ്ട്. അവരത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡൽഹിയിൽ ഉടനെ തന്നെ തീരുമാനമാവും. തീയതി ഇന്നറിഞ്ഞല്ലേ ഉള്ളൂ. ഇനി ഫാസ്റ്റാവും. കോൺഗ്രസുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, ലീഗിൻ്റെത് ഏറെക്കുറെ പൂർത്തിയായി. ഇന്നിപ്പോൾ നാളെ ഇനിയിപ്പോൾ ഇന്ന് നടന്ന ചർച്ച ഇന്ന് ഉച്ചക്കല്ലേ ഇപ്പോൾ ചർച്ച അവസാനിച്ചു. ഇപ്പോൾ വന്നേ ഉള്ളൂ. ഞങ്ങൾ തങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത് ഞങ്ങളൊന്ന് വിലയിരുത്തി നാളെ പറയാം. കൃത്യമായിട്ട് നാളെ പറയാം. നാളെ ഞങ്ങളൊരു കൂടിയാലോചന ഒന്നുകൂടി നടത്തുന്നുണ്ട്. പാർട്ടി തലത്തിൽ കൂടിയാലോചന നാളെ ഒന്നുകൂടി നടത്തും. അതിനുശേഷം വൈകാതെ തന്നെ പ്രഖ്യാപനം ഉണ്ടാവും. നാളെ പ്രഖ്യാപനം ഉണ്ടാവും. നാളെ കഴിഞ്ഞുണ്ടാവുള്ളൂ. നാളെ സീറ്റുകളെ സംബന്ധിച്ച് UDFയിലുള്ള ചർച്ചകളൊക്കെ വിലയിരുത്തി തങ്ങൾ നേതാക്കന്മാരൊക്കെ ആയിട്ടുള്ള കൂടിയാലോചനകളൊക്കെ കഴിഞ്ഞ് നാളെ എപ്പോഴാന്നുള്ളത് നാളെ നിങ്ങൾ അറിയിക്കാം. അല്ല, അങ്ങനെ ഇപ്പോൾ ഒന്ന് പറയാൻ ഓതറൈസ് ചെയ്തിട്ടില്ലല്ലോ. ഇനി നമ്മൾ അതാ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. നാളെ കൂടിയാലോചന കഴിഞ്ഞ് പറയാമെന്ന് പറയുമ്പോൾ അതുവരെ കാത്തിരുന്നാൽ മതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.